ഉത്തർപ്രദേശിലെ അലിഗർ എന്ന ജില്ലയിൽ നടന്ന ഹൃദയം നുറുങ്ങുന്ന ഒരു സംഭവമാണിത്. ബൻവാരി ലാൽ ശർമ്മയും ശില്പയും വളരെ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുന്നു. ഇവർ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. വർഷങ്ങളോളം കുഞ്ഞിനായി പ്രാർത്ഥിച്ച ഇവർക്ക് ഒടുവിൽ 2017 ഒരു പെൺകുഞ്ഞ് ജനിച്ചു. അവൾക്കവർ പേരിട്ടത് ട്വിങ്കിൾ ശർമ്മ. ഇങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. 2019 മെയ് മാസം 30 വെറും 2.5 വയസ്സുള്ള ട്വിങ്കിൾ വീടിന് മുന്നിൽ കളിക്കുകയായിരുന്നു. അമ്മ ഒരു നിമിഷം വീടിനുള്ളിലേക്ക് പോയി തിരികെ വന്ന് നോക്കിയപ്പോൾ കുഞ്ഞിനെ എവിടെയും കാണുന്നില്ല. അവൾ ഭയന്ന് അയൽവാസികളോടും ബന്ധുക്കളോടും ചോദിക്കുകയും എല്ലാവരും ചേർന്ന് തെരുവായി കുഞ്ഞിനെ അന്വേഷിച്ചു. പക്ഷേ ട്വിങ്കിളിനെ എവിടെയും കണ്ടെത്താനായില്ല. പോലീസിനെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞത് കുഞ്ഞിനെ കാണാതായിട്ട് കുറച്ച് സമയമല്ലേ ആയിട്ടുള്ളൂ, 24 മണിക്കൂർ ആകാതെ ഇങ്ങനെയുള്ള മിസ്സിംഗ് കേസുകൾ ഫയൽ ചെയ്യാൻ സാധിക്കില്ല എന്ന്. നിരാശയിലായ മാതാപിതാക്കൾ സ്വയം തിരച്ചിൽ ആരംഭിച്ചു. ലൗഡ് സ്പീക്കറിലൂടെ ഗ്രാമമൊട്ടാകെ കുഞ്ഞിനെ കാണാതായ വിവരം അറിഞ്ഞു. എന്നിട്ടും കുഞ്ഞിന്റെ യാതൊരു സൂചനയും ലഭിച്ചില്ല. അങ്ങനെ ആ രാത്രിയും പ്രതീക്ഷയില്ലാതെ കടന്നുപോയി. ഗ്രാമം മുഴുവനും ഭയത്തിലും ആശയക്കുഴപ്പത്തിലും മുങ്ങിയിരുന്നു. ഒരു ചെറു ഗ്രാമത്തിൽ നിന്നും 2.5 വയസ്സുകാരി കുഞ്ഞ് എങ്ങനെ അപ്രത്യക്ഷമായി? 30-ാം തീയതി രാത്രി മുതൽ ആ കുഞ്ഞിനെ എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസം രാവിലെ 8:30 ആയിട്ടും യാതൊരു വിവരവുമില്ല. ഇപ്പൊ 31-ാം തീയതി കുഞ്ഞിന്റെ അച്ഛൻ പോലീസിൽ ഒരു പരാതി നൽകി. ഒരു ദിവസമായി സാർ, നിങ്ങൾ പറഞ്ഞതുപോലെ മുഴുവൻ ഗ്രാമവും തിരഞ്ഞു, ദയവായി എന്റെ കുഞ്ഞിനെ കണ്ടെത്തി നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു. വീടുകൾ തോറും തിരച്ചിൽ നടത്തി. പക്ഷെ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. 31-ാം തീയതി മുഴുവൻ അന്വേഷണവും നടത്തി. ഫലമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ജൂൺ മാസം 1-ാം തീയതി പോലീസ് CCTV ഫുട്ടേജസും സാക്ഷികളെയും അന്വേഷിച്ചു തുടങ്ങി. പക്ഷെ യാതൊരു വിവരവും ലഭിച്ചില്ല. അങ്ങനെ ജൂൺ മാസം 2-ാം തീയതി ആ ഗ്രാമത്തിന് പുറത്തുള്ള ഒരു മാലിന്യ കൂമ്പാരത്തിന് സമീപം അവിടെ കുപ്പികൾ എടുക്കാൻ വന്ന ഒരാൾക്ക് സംശയാസ്പദമായ ഒരു വസ്തു കാണപ്പെട്ടു. അടുത്ത് ചെന്നപ്പോൾ അതൊരു ചെറിയ കുഞ്ഞിന്റെ മൃതദേഹമാണെന്ന് മനസ്സിലായി. ഭയന്നുപോയ അയാൾ ഉടൻ തന്നെ പോലീസിനെ അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോൾ മൃതദേഹം 80% വരെയും അഴുകിയ അവസ്ഥയിലായിരുന്നു. കൂടാതെ വന്യമൃഗങ്ങൾ കടിച്ചും കീറിയും ശരീരഭാഗങ്ങളെല്ലാം വേർതിരിഞ്ഞിരുന്നു. കൈകളും കാലുകളും എല്ലാം പ്രത്യേകം കിടക്കുന്നതായിരുന്നു കണ്ടത്. കുഞ്ഞ് വെറും അടിവസ്ത്രം മാത്രമായിരുന്നു ധരിച്ചിരുന്നത്. ആ അടിവസ്ത്രത്തിന്റെ നിറം നോക്കി. അത് 3 ദിവസമായി കാണാതായ 2.5 വയസ്സുകാരി ട്വിങ്കിൾ ശർമ്മയാണെന്ന് സ്ഥിരീകരിച്ചു. ആ ഒരു ക്രൈം സീൻ അത്ര ക്രൂരമായിരുന്നു. തുടർന്ന് ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു. പരിശോധനയിൽ ഡോക്ടർമാർ കണ്ടെത്തിയത് ശരീരത്തിലും തലയിലും കഠിനമായ മർദ്ദനമേറ്റ പരിക്കുകളുണ്ട്. മരണം കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തിയത് കൊണ്ടാണ്. കാണാതായ അതേ ദിവസം വൈകുന്നേരം ഒരു 7-8 മണിയോടെ മരണം സംഭവിച്ചതായി കരുതുന്നു. അതിനു മുൻപ് ആ കുഞ്ഞ് 7 മണിക്കൂറോളം ക്രൂര പീഡനത്തിന് ഇരയായിട്ടുണ്ട്. ശരീരത്തിൽ ചൂടുവെച്ച പാടുകളും മർദ്ദനമേറ്റ പാടുകളും കണ്ടെത്തി. ബലാത്സംഗമോ ലൈംഗിക അതിക്രമമോ നടന്നിട്ടില്ല എന്നും സ്ഥിരീകരിച്ചു. ഈ ഒരു റിപ്പോർട്ട് മുഴുവൻ ഗ്രാമത്തെയും ഞെട്ടിച്ചു. വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി. ഇങ്ങനെ ക്രൂരമായി കൊന്നത് ആരാണ്? എന്താണ് കാരണം? കൊലപാതകത്തിന് പിന്നിലെ മോട്ടീവ് എന്താണ്? ഇനി നമ്മൾ അറിയാൻ പോകുന്ന ഈ ഒരു കേസ് തീർച്ചയായും നിങ്ങളെ വേദനിപ്പിക്കും. വീഡിയോയിലേക്ക് ആഴത്തിൽ പോകുന്നതിന് മുൻപ് നിങ്ങളുടെ സമയം 2 സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റിവെച്ച് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങൾ നൽകുന്ന ലൈക്കും കമൻസും ആയിരിക്കും ഈ വീഡിയോ മറ്റൊരുപാട് പേരിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത്. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സാധാരണയായി ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകുന്നവർക്ക് 3 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളുണ്ടാകാം. പണം ആവശ്യപ്പെടും, പ്രതികാരമോ വ്യക്തിപരമോ ആയ വൈരാഗ്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരു മനോവൈകല്യമായിരിക്കാം. പക്ഷേ ട്വിങ്കിൾ ശർമ്മയുടെ മാതാപിതാക്കൾ സാധാരണ ഒരു ഗ്രാമത്തിലെ സാധാരണ കുടുംബമാണ്. അവരുടെ പക്കൽ പണം ആവശ്യപ്പെടാൻ പോലും ഒന്നുമില്ല. അതിനാൽ പോലീസിന് ഇപ്പോൾ വ്യക്തമായി, തട്ടിക്കൊണ്ടുപോയ ഉടനെ കുഞ്ഞിനെ കൊല്ലുകയും ചെയ്തു. അപ്പോൾ ചോദ്യം, ആ കുഞ്ഞിനെ എന്തിനാണ് കൊലപ്പെടുത്തിയത്? പണം ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ മറ്റേതെങ്കിലും ഉദ്ദേശമായിരിക്കാം. കുഞ്ഞിനോട് അനാചാരമായി പെരുമാറിയതാകുമോ? പക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത്തരത്തിലുള്ള യാതൊരു സൂചനയും ഇല്ല. അതുകൊണ്ട് ആ സൂചനയും തള്ളിപ്പോകുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇനി ഒരു കാരണമേ ശേഷിക്കുന്നുള്ളൂ: വൈരാഗ്യം. അച്ഛനോടോ അമ്മയോടോ ഉള്ള ഒരു കോപം കുഞ്ഞിനോട് കാണിച്ചതാകാമോ? ഇതിനൊരു ഉത്തരം ലഭിക്കണം. അതിനായി കുഞ്ഞിന്റെ മാതാപിതാക്കളെ വിളിച്ച് ഇതിനെക്കുറിച്ച് ചോദിച്ചു. അവർ പറഞ്ഞത്, സർ, ഞങ്ങൾ ഗ്രാമത്തിലെ സാധാരണക്കാരാണ്, കടം വാങ്ങിയൊക്കെയാണ് ജീവിക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ആരും ശത്രുക്കളില്ല. പോലീസ് വീണ്ടും അവരോട് ചോദിച്ചു,
നന്നായി ഓർത്തു പറയുക. ആരെങ്കിലും നിങ്ങളെ ഭീഷണിപ്പെടുത്തിയോ എന്തെങ്കിലും തർക്കമുണ്ടായിട്ടുണ്ടോ? കുറച്ച് നിശബ്ദതയ്ക്ക് ശേഷം ആ അച്ഛൻ പറഞ്ഞു, സർ, ഒരു കാര്യം പറയട്ടെ, ഇത് കേസിനോട് ബന്ധമുള്ളതാണോ എന്നെനിക്കറിയില്ല. ഇത് കേട്ട പോലീസ്, സാരമില്ല, നിങ്ങൾ പറഞ്ഞോളൂ. എൻ്റെ അടുത്ത വീട്ടിൽ ഒരാളുണ്ട്, പേര് മുഹമ്മദ് സാഹിദ്. അവൻ പണം പലിശയ്ക്ക് കൊടുക്കുന്നവനാണ്. എനിക്ക് കുറച്ച് ദിവസം മുൻപ് ജോലി ഇല്ലാതായി. ആ സമയം അവനിൽ നിന്നും ഞാനൊരു 10,000 രൂപ കടം എടുത്തിരുന്നു. അത് തിരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അവൻ പലവട്ടം എന്നോട് ചോദിച്ചു. പിന്നീട് എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ ചില തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ പോലീസിന് ഒരു സംശയം തോന്നി. ഇവൻ തന്നെ ആയിരിക്കുമോ കുഞ്ഞിനെ കൊന്നത്? അങ്ങനെ അവനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ചോദ്യം ചെയ്തു. മുഹമ്മദ് സാഹിദ് ആദ്യം പറഞ്ഞത്, സാർ, 10,000 രൂപയ്ക്കൊക്കെ ആരാണ് കൊലപാതകം ചെയ്യുക? എനിക്കും ഈ ഒരു കൊലപാതകത്തിനും യാതൊരു ബന്ധവും ഇല്ല. പോലീസ് പരിശോധിച്ചപ്പോൾ അവന് മുൻപ് ക്രിമിനൽ റെക്കോർഡ്സ് ഒന്നും തന്നെ ഇല്ല. പക്ഷെ പോലീസിന്റെ അന്വേഷണത്തിൽ മറ്റൊരു വിവരം ലഭിച്ചു. കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയ ആ ഒരു മാലിന്യ കൂമ്പാരമുള്ള പ്രദേശം, അവിടെ ഇയാളെ ചിലർ കണ്ടതായി ചില സാക്ഷികൾ പറയുന്നു. ഇപ്പോൾ വീണ്ടും പോലീസിന് സംശയം അവനിൽ തന്നെയായി. വീണ്ടും അവനോട് ചോദിച്ചു, നീ അവിടേക്ക് എന്തിനാണ് പോയതെന്ന്. പക്ഷേ അതിന് അവന് മറുപടി പറയാനായില്ല. അവന്റെ മുഖത്ത് ഭയം, ചുളിവ്, വിയർപ്പ് എല്ലാം വന്നു തുടങ്ങി. പോലീസിന് അവന്റെ ശരീരഭാഷ നോക്കിയപ്പോൾ മനസ്സിലായി, ഇവൻ എന്തോ ഒളിപ്പിക്കുന്നുണ്ട്. സാധാരണ ഒരു പഴമൊഴിയുണ്ട്, മനസ്സിലുള്ളത് മുഖത്ത് പ്രകടമാകുമെന്ന്. ഈ കേസിൽ അത് പൂർണ്ണമായും ശരിയായി. പോലീസ് വീണ്ടും കുറച്ച് സമ്മർദ്ദം ചെലുത്തിയപ്പോൾ അവസാനം അവൻ പൊട്ടിത്തെറിച്ചു. ശരി സാർ, ഞാൻ പറയാം, ഞങ്ങളാണ് ആ കുഞ്ഞിനെ കൊന്നത് എന്ന്. ഇത് കേട്ടപ്പോൾ പോലീസ് ഞെട്ടിപ്പോയി. ഞങ്ങളോ? ആരൊക്കെയാണെന്ന് വീണ്ടും പോലീസ് ചോദിച്ചു. അവൻ പറഞ്ഞു, അതെ സാർ, ഞാൻ ഒറ്റയ്ക്കല്ല, വേറെയും 3 പേർ ഇതിലുണ്ട്. പ്രധാന കുറ്റവാളി ഞാൻ തന്നെയാണ്. എനിക്ക് സഹായിച്ചത് എൻ്റെ സുഹൃത്തായ അസ്ലാം, 42 വയസ്സ്. മാത്രവുമല്ല, എൻ്റെ ഭാര്യയും അവളുടെ സഹോദരനും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവിടെയാണ് ഈ കേസിന് പിന്നിലെ യഥാർത്ഥ ഭീകരത പുറത്തു വരുന്നത്. ഞങ്ങൾ 4 പേരും ചേർന്നാണ് സാർ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് എന്ന് മുഹമ്മദ് സാഹിദ് പോലീസിനോട് സമ്മതിച്ചു. എന്തിനാണ് നീ ഇത്ര ക്രൂരമായ പ്രവൃത്തി ചെയ്തതെന്ന് പോലീസ് ചോദിച്ചപ്പോൾ, സാർ, അയാൾ എൻ്റെ അടുത്ത് നിന്ന് 10,000 രൂപ കടം വാങ്ങിയിരുന്നു. തിരിച്ചു ചോദിച്ചപ്പോൾ തന്നില്ല. പല വട്ടം ഞാൻ ചോദിച്ചു, ഒരു മറുപടിയും തന്നില്ല. പിന്നീട് ഞാൻ അവനെ വെല്ലുവിളിച്ചു, നിനക്ക് ഞാനൊരു പാഠം പഠിപ്പിക്കാമെന്ന്. അതുകൊണ്ടാണ് ഞാൻ അവന്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയത്. അവൻ അതേ വേദന കൊടുക്കണമെന്ന് ഞാൻ കരുതി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്തത്. പോലീസുകാർ തീർത്തും ഞെട്ടിപ്പോയി. 10,000 രൂപയ്ക്ക് വേണ്ടി ഒരു നിരപരാധിയായ കുഞ്ഞിനെ കൊല്ലുന്നതോ? പക്ഷെ അവൻ പറയുന്നത് കള്ളമാണോ സത്യമാണോ എന്ന് വീണ്ടും ഉറപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പോലീസ് 4 പേരെയും പ്രത്യേകം ചോദ്യം ചെയ്തു. അങ്ങനെ പോലീസ് 4 പേരെ കുറിച്ചും അന്വേഷിച്ചു. ബാക്ക്ഗ്രൗണ്ട് പരിശോധനയിൽ പോലീസിന് വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു ലഭിച്ചത്. ആദ്യ പ്രതിയായ മുഹമ്മദ് സാഹിദ് പണം പലിശയ്ക്ക് കൊടുത്ത് ജീവിക്കുന്ന ഒരാളാണ്. മുൻപ് അവന് കുറ്റകൃത്യങ്ങളുടെ റെക്കോർഡ്സ് ഒന്നും തന്നെ ഇല്ല. കൊലപാതകമോ കവർച്ചയോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ അവൻ പറഞ്ഞ അവന്റെ ഒരു സുഹൃത്ത് അസ്ലാം, അത് പോലീസിന് പരിചയമുള്ള പഴയൊരു ക്രിമിനലാണ്. പോലീസുകാർക്ക് അവനെ അറിയാമായിരുന്നു. ക്രിമിനലുകൾക്ക് തങ്ങൾ പതിവായി ചെയ്യുന്ന കുറ്റകൃത്യങ്ങളിലൂടെ അഡിഷൻ ഉണ്ടാകും. ഒരാൾക്ക് കവർച്ച മാത്രം പതിവായിരിക്കും, മറ്റൊരാൾക്ക് കൊലപാതകവും. ചിലർ സ്ത്രീകളോട് തെറ്റായി പെരുമാറും, ചിലർ കുട്ടികളെ ലക്ഷ്യം വയ്ക്കും. അവരൊക്കെ തങ്ങളുടെ ട്രാക്ക് ഒരിക്കലും മാറ്റാറില്ല. അസ്ലാം എന്ന ഈ 42 വയസ്സുകാരന്റെ കാര്യത്തിൽ അവന്റെ പഴയ കുറ്റങ്ങളെല്ലാം കുട്ടികളോടുള്ള അതിക്രമമായിരുന്നു. 2015 തന്നെ അവൻ ഭയങ്കരമായൊരു കുറ്റകൃത്യം ചെയ്തു. തന്റെ സ്വന്തം 9 വയസ്സുകാരി മകളോട് തന്നെ അനാചാരമായി പെരുമാറിയതായി ഒരു കേസുണ്ട്. മകൾ അത് അമ്മയോട് പറയുകയും അമ്മ കേസും കൊടുത്തു. പോക്സോ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. അങ്ങനെ അവനെ ജയിലിലടച്ചു. വർഷങ്ങൾ ജയിലിൽ കഴിഞ്ഞ ശേഷം പരോൾ ലഭിച്ച് പുറത്തിറങ്ങിയിട്ടും അവൻ വീണ്ടും അതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തു. മറ്റൊരു സ്ത്രീക്കെതിരെ ഒട്ടുമൊത്തത്തിൽ 2 പോക്സോ കേസുകൾ, 1 സ്ത്രീക്കെതിരായ കേസും എല്ലാം ഉണ്ടായിട്ടും ഓരോ തവണയും അവന് ബെയിൽ ലഭിച്ചു. വീണ്ടും അതേ കുറ്റം തന്നെ അവൻ ആവർത്തിക്കുകയും ചെയ്തു. ഈ റെക്കോർഡ്സ് ഒക്കെ പോലീസിനെ വീണ്ടും ഞെട്ടിപ്പിച്ചു. ഇതുപോലൊരാൾക്ക് വീണ്ടും എങ്ങനെയാണ് ബെയിൽ കൊടുക്കുന്നത്? ജയിൽ, ബെയിൽ, വീണ്ടും അതേ കുറ്റകൃത്യം. ഇതൊരു ദുരന്ത ചക്രമായി തന്നെ മാറിയിരിക്കുകയാണ്. അവനെപ്പോലുള്ള ഒരാളാണ് ഈ കേസിലും പങ്കാളി എന്നത് പോലീസിന് അതിശയമല്ലായിരുന്നു. പിന്നീട് പോലീസ് തിരിച്ചറിഞ്ഞു, ഈ 3ാമത്തെ പ്രതി സാഹിദിന്റെ ഭാര്യയാണ് ഷഹുത്ത. അവളുടെ പങ്ക് കുഞ്ഞിന്റെ ശരീരം ഒളിപ്പിക്കാൻ സഹായിച്ചു. കൊലപാതകം കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിന്റെ മൃതദേഹം സാഹിദിന്റെ വീട്ടിൽ ഒളിപ്പിച്ചത് അവളുടെ സഹായത്തോടെയാണ്. പോരാത്തതിന് അവളുടെ സഹോദരനായ മെഹന്തി ഹസൻ, ഇയാളും അതിൽ പങ്കാളിയായിരുന്നുവെന്ന് കണ്ടെത്തി. മൊത്തത്തിൽ 4 പേർ. മുഹമ്മദ് സാഹിദ്, സാഹിദിന്റെ ഭാര്യ അസ്ലാം, മെഹന്തി ഹസൻ. ഇതിൽ പ്രധാന കുറ്റവാളി അസ്ലാം തന്നെയാണ്. കാരണം അവനാണ് മുൻപ് തന്നെ കുട്ടികളോട് പലതവണ തെറ്റായി പെരുമാറിയ ക്രിമിനൽ റെക്കോർഡ്സ് ഉള്ളത്. സാഹിദ്, ഭാര്യ, അവളുടെ സഹോദരൻ, ഇവർക്ക് മുൻപ് വലിയ ക്രൈം റെക്കോർഡ് ഇല്ലാത്തവരാണ്. ഇപ്പൊ പോലീസ് സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ 4 പേരെയും അറസ്റ്റ് ചെയ്തു. അവരെല്ലാം കുറ്റം സമ്മതിച്ചു. അവർ തന്നെയാണ് ഈ കുറ്റം ചെയ്തതെന്നവർ സമ്മതിച്ചു. പൊതുവെ എന്തായിരിക്കും സംഭവിക്കുക?
ഒരു കൊലപാതക കേസിൽ ആരെങ്കിലും സംശയിച്ച് അറസ്റ്റ് ചെയ്താൽ പോലീസ് ആദ്യം അവരിൽ നിന്നും കൺഫെഷൻ എടുക്കും. അതിനുശേഷം അവരെ ക്രൈം സീൻ റീക്രിയേറ്റ് ചെയ്യാൻ കൊണ്ടുപോകും. നീ എങ്ങനെ ചെയ്തു, എവിടെ നിന്നാണ് ചെയ്തത്, ഓരോ ഘട്ടമായി ചെയ്തു കാണിക്കാൻ ആവശ്യപ്പെടും. അവർക്ക് തന്നെ അറിയാം എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. അതുകൊണ്ട് സത്യാവസ്ഥ ഉറപ്പാക്കണമെന്നുള്ളത് പോലീസിനൊരു നിർബന്ധമാണ്. ഇവരോടും അതേ രീതിയിൽ തന്നെ ചെയ്തു. അവർ പറഞ്ഞത് 30-ാം തീയതി രാവിലെ കുഞ്ഞ് വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്നു. മുഹമ്മദ് സാഹിദ് അവൾ എടുത്തുകൊണ്ടുപോയി. സുഹൃത്ത് കൂടെ ഉണ്ടായിരുന്നുവെന്നും പറഞ്ഞു. പക്ഷെ സത്യത്തിൽ കുഞ്ഞിനെ ക്രൂരമായി പീഡിപ്പിച്ച് കൊന്നത് സാഹിദാണ്. സുഹൃത്തിന്റെ പങ്കിതിൽ ഉണ്ടായിരുന്നുവെന്നുള്ളതിന് തെളിവില്ല. കുഞ്ഞിന് ഏകദേശം 6 മുതൽ 7 മണിക്കൂർ വരെ പീഡിപ്പിച്ചു. അവസാനം കഴുത്ത് ഞെരിച്ചു കൊന്നു. ശേഷം സാഹിദിന്റെ ഭാര്യയും അവളുടെ സഹോദരനും കുഞ്ഞിന്റെ മൃതദേഹം വീട്ടിൽ തന്നെ ഷോൾ ഉപയോഗിച്ച് പൊതിഞ്ഞൊളിപ്പിച്ചു. ആ സമയമായിരുന്നു ആ ഗ്രാമം മുഴുവനും ആ കുഞ്ഞിനെ തിരഞ്ഞു നടന്നിരുന്നത്. 2 ദിവസം പിന്നിട്ടപ്പോൾ മൃതദേഹം ഡീകമ്പോസ് ആകാൻ തുടങ്ങി. ഭയങ്കരമായ ദുർഗന്ധം വന്നു തുടങ്ങി. അതുകൊണ്ട് മറ്റു വഴികളില്ലാതെ അവർ 4 പേരും ചേർന്ന് മൃതശരീരം മാലിന്യ കൂമ്പാരത്തിലേക്ക് എറിഞ്ഞു. അവരുടെ കൺഫെഷൻ ഇങ്ങനെയായിരുന്നു: സർ, 10,000 രൂപ കടം വാങ്ങി, തിരിച്ചു ചോദിച്ചപ്പോൾ തന്നില്ല. അതുകൊണ്ടൊരു പാഠം പഠിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ഈ കൊലപാതകം ചെയ്തത് എന്ന്. പക്ഷേ ചോദ്യം വീണ്ടും തുടങ്ങുകയാണ്. കൺഫെഷൻ മാത്രം മതിയോ? കോടതിയിൽ ശിക്ഷ ലഭിക്കാൻ അതിനപ്പുറവും തെളിവുകൾ വേണം. അതിനാലാണ് പോലീസ് ഈ 4 പേരുടെയും വാക്കുകൾ അടിസ്ഥാനമാക്കി തെളിവുകൾ ശേഖരിക്കാൻ തുടങ്ങിയത്. ആദ്യം അവർ അന്വേഷിച്ചത് ലാസ്റ്റ് സീൻ ടുഗദർ ആണ്. ഇവർ 4 പേരും ഒരുമിച്ച് ആ സമയം ഉണ്ടായിരുന്നു. 4 പേരെയും ഒരുമിച്ച് ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടോ? CCTV ഫുട്ടേജ് ഉണ്ടോ? പക്ഷെ ഒന്നുമില്ല. ക്യാമറയില്ല, സാക്ഷികളില്ല. അതായത് കുട്ടികളെ ഇവർ തന്നെയാണ് കൊണ്ടുപോയത് എന്നുള്ളതിന് വാക്കുകൾ മാത്രമാണ് ഇവിടെ തെളിവ്. അടുത്ത ചോദ്യം: സാഹിദ് തന്നെയാണോ കുട്ടിയെ പീഡിപ്പിച്ചു കൊന്നത്? തെളിവുണ്ടോ? അതും ഇല്ല. പക്ഷെ പോലീസ് സാഹിദിന്റെ വീട് പരിശോധിച്ചപ്പോൾ അവിടെ നിന്നാണ് പ്രധാനപ്പെട്ട ഒരു ഫോറൻസിക് തെളിവ് ലഭിച്ചത്. വീടിനുള്ളിൽ രക്തക്കറകൾ ഉണ്ടായിരുന്നു. അതിന്റെ DNA എടുത്ത് പരിശോധിച്ചപ്പോൾ അത് കുഞ്ഞിൻ്റെതാണെന്ന് തെളിഞ്ഞു. അതിലൂടെ വ്യക്തമായി കുഞ്ഞ് ഈ വീടിനുള്ളിലാണ് പീഡിപ്പിക്കപ്പെട്ടതും കൊല ചെയ്യപ്പെട്ടതും. ഈ തെളിവുകളെല്ലാം പോലീസ് ശേഖരിച്ചു. ഇതാണ് ഈ പ്രതികളെയും ഈ കേസിനെയും തമ്മിൽ ബന്ധിപ്പിച്ച ഒരേയൊരു തെളിവ്. ഫോറൻസിക് തെളിവ് ഇല്ലായിരുന്നുവെന്നുണ്ടെങ്കിൽ ഈ കേസ് മറ്റ് പല കേസുകളെ പോലെ ഒതുങ്ങിപ്പോയേനെ. പല കേസുകളും തെളിവുകളുടെ അഭാവം കൊണ്ടാണല്ലോ പ്രതിക്ക് ശിക്ഷ കിട്ടാതെ പോകുന്നത്. പക്ഷെ ഇവിടെ തെളിവുകൾ പൂർണ്ണമായും ഉറപ്പായും ബന്ധിപ്പിച്ചിരുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട തെളിവ്: കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെടുത്തപ്പോൾ അതൊരു ഷോള് കൊണ്ട് പൊതിഞ്ഞ നിലയിലായിരുന്നു. ഷോളും അവിടെയായി കീറിയിരുന്നു. അത് ആരുടേതാണെന്ന് പരിശോധിച്ചപ്പോൾ അത് മുഹമ്മദ് സാഹിദിന്റെ ഭാര്യയുടേതായിരുന്നു. ഇപ്പൊ ബാക്കിയുണ്ടായിരുന്ന സംശയവും അവിടെ മാറി. കുഞ്ഞ് അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവളുടെ ഷോൾ ഉപയോഗിച്ചാണ് പൊതിഞ്ഞത്. ഇതാണ് 2 പ്രധാനപ്പെട്ട തെളിവുകൾ. സാഹിദിനെയും കുടുംബത്തിനെയും ഈ കേസിനോട് പൂർണ്ണമായും ബന്ധിപ്പിച്ചു. അടുത്തുള്ളത് ബാക്കിയുള്ളവരുടെ പങ്കാണ്. പക്ഷെ അവരെ ഈ കേസുമായി ബന്ധിപ്പിക്കാൻ ആവശ്യമായ തെളിവുകളൊന്നും ലഭിച്ചില്ല. പക്ഷേ ഈ കേസ് ഉത്തർപ്രദേശിലെ വലിയ ആക്രോശം സൃഷ്ടിച്ചു. ഒരു ചെറിയ കുഞ്ഞിനെ ഇത്ര ക്രൂരമായി കൊന്നു എന്ന വാർത്ത മുഴുവൻ ഇന്ത്യയെയും നടുക്കി. ജസ്റ്റിസ് ഫോർ ട്വിങ്കിൾ എന്ന ഹാഷ്ടാഗ് സോഷ്യൽ മീഡിയ മുഴുവനും പടർന്നു. ജനങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടു ഈ 4 പേരെയും വധശിക്ഷയ്ക്ക് വിധിക്കണം എന്ന്. അതിനിടയിൽ അന്ന് ഉത്തർപ്രദേശ് പ്രധാനമന്ത്രി കുഞ്ഞിന്റെ അച്ഛൻ ഈ ശർമ്മയെ നേരിട്ട് കാണാൻ വിളിച്ചു. പക്ഷേ പിതാവ് അപ്പോഴും വളരെ ധീരനായിരുന്നു. അദ്ദേഹം പറഞ്ഞത്: ഞാൻ ആരെയും കാണാൻ ആഗ്രഹിക്കുന്നില്ല, ആരും എന്നെ കാണേണ്ട ആവശ്യവും ഇല്ല. എനിക്ക് ആശ്വാസവാക്കുകൾ, പുരസ്കാരം ഒന്നും വേണ്ട. എന്റെ മകൾക്ക് നീതി നിങ്ങൾ നൽകണം. ആ 4 പേർക്കും വധശിക്ഷ നേടിക്കൊടുക്കണം. എങ്കിൽ മാത്രമേ എന്റെ കുഞ്ഞിന് ശാന്തി ലഭിക്കുകയുള്ളൂ. കുഞ്ഞിന്റെ അച്ഛൻ പറഞ്ഞ ഈ വാക്കുകൾ ഇന്നും നാട്ടുകാർ മറന്നിട്ടില്ല. എന്റെ മകളുടെ ആത്മാവിന് ശാന്തി ലഭിക്കണമെങ്കിൽ ആ 4 പേരും ശിക്ഷിക്കപ്പെടണം. അത്രയും ഉറച്ച മനസ്സോടെ അദ്ദേഹം നിന്നു. അതിനുശേഷം പോലീസ് 4 പേർക്കെതിരെയും നേരിട്ട് കേസ് രജിസ്റ്റർ ചെയ്തു. ഇവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്തു. ആദ്യം മുഹമ്മദ് സാഹിദ്, അവനെതിരെ IPC സെക്ഷൻ 302 കൊലക്കുറ്റം, കിഡ്നാപ്പിംഗ് സെക്ഷൻ പ്രകാരം കേസെടുത്തു. സാഹിദിന്റെ ഭാര്യ, അവളുടെ സഹോദരൻ മെഹന്തി ഹസൻ, ഇവർക്കും ഈ കേസിൽ പങ്കുണ്ടായിരുന്നു. അവർ മൃതദേഹം ഒളിപ്പിക്കുകയും തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തതായി പോലീസ് രേഖപ്പെടുത്തി. അവരെയും അറസ്റ്റ് ചെയ്തു. കൊലക്കുറ്റത്തിന് അസ്ലാമിന്റെ പേരിലും കേസെടുത്തു. ഇതിൽ പോലീസിന് ആവശ്യമായ ചില ഫോറൻസിക് തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞു. കുഞ്ഞ് സാഹിദിന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമായി. അതുകൊണ്ട് തന്നെ 90 ദിവസത്തിനുള്ളിൽ പോലീസ് കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു. അങ്ങനെ 4 പേർക്കും ബെയിൽ ലഭിക്കാതെയായി. ആ സമയം മുഴുവൻ ഇന്ത്യയുടെയും ആവശ്യമായിരുന്നു ഈ 4 പേരെയും വധശിക്ഷയ്ക്ക് വിധിക്കണമെന്നുള്ളത്. കേസിനെ കുറിച്ച് കൂടുതൽ നോക്കിയപ്പോൾ വിധിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും വെബ്സൈറ്റിൽ വളരെ കുറവായിരുന്നു. പക്ഷേ ചില ചാനൽസ് ഒക്കെ നോക്കുമ്പോൾ വിധിയെക്കുറിച്ചുള്ള ചില റിപ്പോർട്ടുകൾ ലഭിച്ചു. അത് സെഷൻ കോടതിയുടെ വിധിയായിരുന്നു. 2023 നവംബർ മാസത്തിലായിരുന്നു വിധി വന്നത്. വിധിയിൽ വന്നത് പ്രധാന പ്രതിയായ മുഹമ്മദ് സാഹിദ് 10,000 രൂപ കടം കൊടുത്ത വ്യക്തി. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കൊന്നതും അവനാണ്. അവൻ തന്നെ കുറ്റം സമ്മതിച്ചു. തെളിവുകളും വ്യക്തമായി ലഭിച്ചിട്ടുണ്ട്. കോടതി അവന് ജീവപര്യന്തം തടവ് വിധിച്ചു. പക്ഷേ
അതിനൊപ്പം ഉണ്ടായിരുന്ന 42 വയസ്സുകാരനായ അസ്ലാം മുൻപ് തന്നെ പല കുട്ടികളോടും കുറ്റം ചെയ്തവൻ, പോക്സോ കേസിൽ പലതവണ ജയിലിൽ പോയി പുറത്തിറങ്ങിയവൻ. അവനെതിരെ തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് കോടതി അവനെ വെറുതെ വിട്ടു. അതുപോലെ തന്നെ സാഹിദിന്റെ ഭാര്യ, അവളുടെ സഹോദരൻ മെഹന്തി, ഇവർക്കെതിരെയും ശക്തമായ തെളിവുകളില്ലാത്തതിനാൽ അവരെയും വെറുതെ വിട്ടു. അവസാനം ഈ 4 പേരിൽ ഒരാൾക്ക് മാത്രം ശിക്ഷ, അതുപോലും സെഷൻ കോടതിയുടെ വിധി മാത്രമാണ്. ഇതിനുശേഷം കേസ് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോയിട്ടുണ്ടോ എന്ന വിവരമൊന്നും ലഭ്യമല്ല. ഒരു പക്ഷെ അങ്ങനെ പോയാൽ വീണ്ടും ഈ ശിക്ഷയിൽ ഇളവ് ലഭിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് നോക്കിയാൽ ഈ ഒരു കേസ് ഇപ്പോഴും ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നു എന്നാണ് തോന്നുന്നത്. പക്ഷെ ബാക്കി 3 പേരെയും വെറുതെ വിട്ടു എന്നുള്ളത് അവിശ്വസനീയമായൊരു ഷോക്ക് തന്നെയായിരുന്നു. ഒരു ചെറിയ ആശ്വാസം, ഒരാൾക്കെങ്കിലും ശിക്ഷ കിട്ടിയല്ലോ എന്ന് മാത്രമാണ്. അത് പോലീസിന്റെ ഫോറൻസിക് തെളിവുകൾ കൊണ്ട് മാത്രമാണ് സാധ്യമായത്. ഇല്ലായിരുന്നെങ്കിൽ അയാൾക്ക് പോലും ശിക്ഷ ലഭിക്കില്ലായിരുന്നു. ഇവിടെ ഒരു ചോദ്യം ബാക്കി വരുന്നത്, ഭാര്യ എന്തുകൊണ്ട് വെറുതെ വിട്ടു? അവളുടെ ഷോളല്ലേ മൃതദേഹം പൊതിയാനായി ഉപയോഗിച്ചത്. അപ്പൊ പിന്നെ അത് തെളിവായി ഇവർക്ക് മതിയാകില്ലേ? ഇതിനുള്ള ഉത്തരം ലഭിക്കുന്നില്ല. എങ്കിലും ഒരാൾക്കെങ്കിലും ശിക്ഷ കിട്ടിയല്ലോ എന്നുള്ളൊരു ചെറിയ ആശ്വാസം മാത്രം. ഇല്ലെങ്കിൽ ഇതുപോലും മറ്റേതെങ്കിലും ഒരു കേസ് പോലെ ആയേനെ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് പല കുറ്റവാളികളും രക്ഷപ്പെടുന്നത് എന്ന്. തെളിവുകൾ ഇല്ലാതാകുമ്പോൾ കോടതിക്ക് പിന്നെ ഒന്നും ചെയ്യാനാകില്ല. ഒരു അഭിഭാഷകൻ പറഞ്ഞ വാക്കാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. കോടതി ഒരു എഞ്ചിൻ പോലെയാണ്. അതിനെ ഓടിക്കാൻ ആവശ്യമായ ഓയിൽ, അതാണ് തെളിവ്. തെളിവില്ലെങ്കിൽ അത് പ്രവർത്തിക്കില്ല. വികാരങ്ങൾക്കോ കണ്ണീരിനോ അവിടെ സ്ഥാനമില്ല. തെളിവുണ്ടെങ്കിൽ ശിക്ഷ, ഇല്ലെങ്കിൽ റിലീസ്. അതുകൊണ്ട് തന്നെ ഏതൊരു കേസായാലും അവിടെ തെളിവാണ് രാജാവ്. സംശയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പക്ഷെ അവൻ ഭയത്താലോ മാനസിക സമ്മർദ്ദത്താലോ കുറ്റം സമ്മതിക്കും. പക്ഷെ അതിനെ നന്നായി നമ്മൾ ഉപയോഗിക്കണം. അവൻ പിന്നീട് ഒരു പക്ഷെ പറഞ്ഞേക്കാം, പോലീസ് എന്നെ മർദ്ദിച്ച് ഭീഷണിപ്പെടുത്തിയാണ് സമ്മതിച്ചത് എന്ന്. അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് ഈ സമ്മതം മാത്രം മതിയാകില്ല. അത് കുറ്റകൃത്യത്തിന്റെ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടേണ്ടതും അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ക്രൈം സീൻ റീക്രിയേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. കാരണം ഒരു കുറ്റവാളിക്ക് മാത്രമേ സത്യത്തിൽ അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയുള്ളൂ. അവൻ പറയുന്നതും ക്രൈം സീനും തമ്മിൽ പൂർണ്ണമായും കണക്ട് ആകണം. അങ്ങനെയാണെങ്കിൽ അവൻ തന്നെയാണ് കുറ്റവാളി. എനിക്ക് ഈ കേസിൽ ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം, അസ്ലാം എന്ന കുറ്റക്കാരൻ, ക്രിമിനൽ, അവൻ എങ്ങനെയാണ് വീണ്ടും വീണ്ടും ബെയിൽ ലഭിക്കുന്നത്, മോചിതനാകുന്നത്? അവൻ മുൻപും പല കുട്ടികളോട് ലൈംഗികമായി പെരുമാറിയിട്ടുണ്ട്. പോക്സോ നിയമപ്രകാരം കേസ് നേരിട്ടവനാണ്. പോക്സോയിൽ പോകും, ബെയിൽ കിട്ടും, വീണ്ടും അതേ കുറ്റകൃത്യം ചെയ്യും, വീണ്ടും പുറത്തു വരും. ഇതെന്ത് നിയമമാണ്? പോക്സോ നിയമത്തിന് അത്ര വിലയില്ലാതായോ? ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, കൊലപാതകം ചെയ്യുന്ന ഒരാൾക്കെങ്കിലും തിരുത്തപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ കുട്ടികളോട് തെറ്റായി പെരുമാറുന്നവർക്ക് ഒരിക്കലുമില്ല. അവരൊന്നും ഒരിക്കലും മാറില്ല. അവർക്കൊക്കെ മനഃശാസ്ത്രപരമായൊരു രോഗം, ഒരു വൈകല്യമാണത്. ഒരു കുട്ടിയെ തെറ്റായി കാണുന്ന ഒരു ആഗ്രഹം വന്നാൽ, അങ്ങനെ ഒരു ചിന്ത വന്നാൽ, അത് അവൻ്റെ മരണം വരെയും പോവുകയില്ല. അതൊരു ചൈൽഡ്ഹുഡ് ട്രോമ അല്ലെങ്കിൽ മാനസിക പ്രശ്നം എന്തുമാകാം. പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും അവൻ അതേ ചിന്തയിൽ തന്നെയായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ളവരെ ഒരിക്കലും സമൂഹത്തിലേക്ക് തിരികെ വിടരുത്. ഇത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, വെറും 10,000 രൂപയുടെ ഒരു കാരണത്താൽ ഒരു കുഞ്ഞിനെ കൊന്നത്, ഇതിൽ കൂടുതലായി ഭയപ്പെടാനുള്ള കാര്യം മറ്റൊന്നും തന്നെ വേണ്ട. പക്ഷെ ഇവിടെ ഈ 10,000 രൂപ കടം ചോദിച്ചതിനെ തുടർന്ന് കുഞ്ഞിന്റെ അച്ഛനും ഈ കടം കൊടുത്തവനും തമ്മിൽ ഒരു വാക്കുതർക്കം തന്നെ ഉണ്ടായി. അവിടെ ശർമ്മ ചില വാക്കുകൾ പറഞ്ഞു. അത് സാഹിദിന്റെ അഭിമാനത്തെയും അവന്റെ ഒരു സ്വാഭിമാനത്തെയും തൊട്ടതായി തോന്നി. അതുകൊണ്ടാണ് അവൻ പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സംഭവം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ജീവിതത്തിൽ നമ്മൾ പലരെയും കാണും, ചിലരുമായി തർക്കങ്ങൾ ഉണ്ടാകും. പക്ഷേ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല പ്രതികരിക്കുന്നത്. ചിലർ ആ തർക്കം പറഞ്ഞ് മറക്കും. പക്ഷെ ചിലർ വർഷങ്ങളോളം അത് മനസ്സിൽ സൂക്ഷിച്ച് പ്രതികാരം ചെയ്യാൻ ശ്രമിക്കും. മുഹമ്മദ് സാഹിദ് അതുപോലുള്ളൊരു വ്യക്തിയാണ്. അതിനാൽ ഒരിക്കലും അനാവശ്യമായ പ്രശ്നങ്ങൾ ചെന്ന് ചാടാതിരിക്കുക. നമുക്ക് സ്വന്തമായൊരു ജീവിതമുണ്ട്, കുടുംബം, കുട്ടികൾ, സ്വപ്നം. അവരോടൊപ്പം സന്തോഷമായി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഒരു ചെറിയ ദേഷ്യം പോലും ഒരു വലിയ അപകടത്തിൽ നയിച്ചേക്കാം. നമ്മൾ വഴക്കിടുന്നയാൾ എങ്ങനെയുള്ളയാളാണെന്ന് നമുക്ക് പോലും അറിയില്ല. അവൻ പക വച്ച് പുലർത്തിയാൽ ഒരു ദിവസം അത് നമ്മുടെ ജീവിതത്തെ തന്നെ തകർക്കും. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസ് അറിയാനായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും ലൈക്ക് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.